ധർമ്മസ്ഥലയിൽ ഇന്ന് 8ാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരിക്കും നടക്കുക. ഇന്നലെ 6ാമത്തെ പോയിന്റിൽ നിന്ന് തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് 8ാമത്തെ പോയിന്റിലാണ് കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളത് എന്നാണ് ദൃക്സാക്ഷി പറഞ്ഞിരുന്നത്, ശുചീകരണ തൊഴിലാളി പറഞ്ഞിരുന്നത്. അതിനാൽ തന്നെ 8ാം പോയിന്റിലാണ് ഇന്ന് പ്രധാനമായിട്ടും തെരച്ചിൽ നടത്തുക. ദൃക്സാക്ഷിയെ അങ്ങോട്ട് കൊണ്ടുവരും. SIT സംഘം അല്പസമയത്തിനകം എത്തും. കർണാടക DGPയും സ്ഥലത്തെത്തുമെന്നാണ് ഇന്നത്തെ വിവരം. കൂടുതൽ വിവരങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്ന് KV ബൈജു ചേരുകയാണ്. ബൈജു, എപ്പോഴത്തേക്കായിരിക്കും SIT സംഘം എത്തുക? ഇന്ന് എന്തായാലും 8ാം പോയിന്റ്, അതോ അതും കടന്ന് 13ാമത്തെ പോയിന്റ് വരെയുള്ള പരിശോധന ഉണ്ടാകുമോ? എന്താണ് ഇപ്പോൾ SITയിൽ നിന്ന് വിവരം? നേരിട്ട് കിട്ടുകയില്ലല്ലോ. എന്താണ് അവിടെ ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ? മഞ്ജുഷേ, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 8ാമത്തെ പോയിന്റ് നിർണായകമാണ്. ആ പോയിന്റിലേക്കായിരിക്കും ഇന്ന് പ്രധാനമായും തെരച്ചിൽ നടത്തുക. ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിന് തൊട്ടു പിറകിലാണ് ഈ 8ാം പോയിന്റ്. ഇത് നേത്രാവതി പാലമാണ്. നേത്രാവതി പുഴയുടെ ഓരത്തുള്ള നേത്രാവതി പാലമാണ്. ഏറ്റവും നിർണായകമാവുക ഈ 8ാമത്തെ പോയിന്റിലെ പരിശോധന എന്ന് പറയാൻ കാരണം, കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ടെന്ന് ഈ സാക്ഷി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനമാണ്. അവിടെ നടക്കുന്ന പരിശോധന കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുക എന്നത്. ഇതിന് തൊട്ടടുത്തുള്ള 500 മീറ്റർ മാത്രം മാറിയുള്ള 6ാം പോയിന്റിലാണ് ഇന്നലെ മൃതദേഹാവശിഷ്ടം കിട്ടിയത്. 6 ഇത്തരത്തിലുള്ള അസ്ഥികളാണ് ലഭിച്ചത്. അതോടൊപ്പം ഒരു തലയോട്ടിയും ലഭിച്ചിരുന്നു. ഇത് എത്ര പേരുടേതാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. ഒരാളുടെ ഏതായാലും പുരുഷന്റേതാണെന്ന ഒരു സ്ഥിരീകരണമുണ്ട്. കൂടുതൽ ഇത്തരത്തിലുള്ള അസ്ഥികളുണ്ടോ, അത് കൂടുതൽ ആളുകൂടെയാണോ എന്നുള്ളത് സംബന്ധിച്ച് ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ തിരിച്ചറിയൂ. ഏതായാലും സാക്ഷിയുടെ വെളിപ്പെടുത്തലിൽ, ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇത്തരത്തിൽ ഇയാൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ അസ്ഥികൂടം ലഭിച്ചതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തൽ അത് വലിയ തോതിൽ ബലപ്പെടുന്നു. അതുകൂടാതെ ഇനിയുള്ള ഓരോ സ്ഥലങ്ങളിലും അത് വേഗത്തിൽ പരിശോധിക്കാൻ തന്നെയാണ്, കുഴിച്ച് പരിശോധിക്കാൻ തന്നെയാണ് SITയുടെ തീരുമാനം. ഇനിയുള്ളതെല്ലാം എനിക്ക് പിറകിൽ കാണുന്ന റോഡിനോട് ചേർന്ന്, ഈ നേത്രാവതി പുഴയോട് ചേർന്നതും ആയ വനപ്രദേശത്ത് തൊട്ട് സമീപത്താണ്. അത് ഒരു പക്ഷേ JCB പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചും കുഴിച്ച് പരിശോധിക്കാൻ പറ്റും. വേഗത്തിൽ പരിശോധന നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്, ഇടങ്ങളാണ് ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിശോധന വളരെ വേഗത്തിലാകുന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഞ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ DGP ഇന്ന് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൂടിക്കാഴ്ച നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം, അതായത് 11:30 കൂടിയാണ് ഈ സംഘം ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളിയുമായി അതീവ സുരക്ഷാ സംവിധാനത്തോടുകൂടി ഇവിടെ എത്താറുള്ളത്. അല്പസമയത്തിനകം എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എത്തുന്നതോടുകൂടി ഈ 8ലെ പരിശോധന അത് നടക്കും. എനിക്ക് കാണുന്ന തൊട്ട് പിറകിൽ കാണുന്ന ആ വനപ്രദേശത്താണ് അത് പുഴയോട് ചേർന്ന് ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. ഏതെങ്കിലും തരത്തിൽ നിർമ്മാണമോ ഒന്നും നടക്കാത്ത, അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ പ്രതിസന്ധി, റോഡിന്റെ നിർമ്മാണമൊക്കെ നടന്ന് അതിന്റെ മണ്ണ് അവിടെ കുമിഞ്ഞുകൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. കൃത്യമായി വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ അതേ രീതിയിൽ തന്നെ കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രതീക്ഷയുണ്ട്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയുണ്ട്. ഏതായാലും SIT സംഘം കൂടുതൽ സംഘങ്ങളായി ഈ 2 or 3 മേഖലകൾ ഒരുമിച്ച് പരിശോധിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. ഏതായാലും അത് ഇപ്പോൾ ഇവരുടെ പരിശോധന ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് അതിലൊരു വ്യക്തത വരൂ. 8ാമത്തെ പോയിന്റിൽ ഇപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അനന്യ ഭട്ടിന്റെ തിരോധാനത്തെ കുറിച്ചാണ്. ഈ ശുചീകരണ തൊഴിലാളി നൽകുന്ന മൊഴി അനുസരിച്ച് അനന്യ ഭട്ടിന്റെ അതിന് സമാനമായ രീതിയിൽ അതേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരാളുടെ മൃതദേഹം അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു നിർണായകമായ ഒരു കണ്ടെത്തലായി മാറുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ 8ാമത്തെ പോയിന്റ് പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണമല്ലേ നടക്കുന്നത് ബൈജു? തീർച്ചയായും ഈ സുജാത ഭട്ട് മകളുടെ അന്നത്തെ വസ്ത്രവും അതോടൊപ്പം പല സാമ്യങ്ങളും ഈ ശുചീകരണ തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തിയതിൽ ഇയാൾ വ്യക്തമാക്കിയത് 8 മുതൽ 11 വരെയുള്ള പോയിന്റുകളിൽ അതേ സമാന രീതിയിലുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ വളരെ നിർണായകമാകും ഇന്നത്തെ പരിശോധന. അത് 8ലാണോ 8 മുതൽ 11 വരെയുള്ള ഏതെങ്കിലും സ്ഥലത്താണോ? അതാണ് ഏറ്റവും ഉയർന്ന ചോദ്യം. കാരണം ഇതിൽ DNA സാമ്പിൾ ഉള്ളത് ഇപ്പോൾ ഈ അനന്യ ഭട്ടിന്റെ അമ്മയുടേതാണ്. അത് അത്തരത്തിൽ ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുകയും അത് DNA സാമ്പിൾ മാച്ച് ആവുകയും ചെയ്താൽ ഈ കേസിൽ അത് വലിയ വഴിത്തിരിവാകും. ഒരുപാട് സങ്കീർണതകളുണ്ട്, നിയമ നൂലാമലകൾ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ പരിശോധനയിൽ ഏത് തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. അതാണ് 8 മുതൽ 11 വരെയുള്ള പോയിന്റ്. ഇവിടെ റോഡിനോട് ചേർന്ന് കിടക്കുന്ന വളരെ വേഗത്തിൽ തെരച്ചിൽ നടത്താൻ കഴിയുന്ന സ്ഥലമാണ്. ഒരു പക്ഷേ നേരിട്ട് അത് ദൃശ്യം നമുക്ക് ഇവിടുന്ന് പകർത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിന് പുഴയ്ക്ക് തൊട്ട് താഴെയുള്ള വനപ്രദേശത്തിന്റെ അകത്തായിരുന്നു ഈ 5 വരെയുള്ള പോയിന്റുകൾ. 6 ആണ് ഇന്നലെ നമ്മുടെ ക്യാമറ കണ്ണുകൾ പുഴയ്ക്ക് മറുകരയിൽ നിന്നും കൃത്യമായി ആ
ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തത്. ഇപ്പോഴും SITയുടെ ഭാഗത്തു നിന്നും വലിയ പ്രതികരണമൊന്നും സ്ഥിരീകരണമൊന്നും ഒരു കാര്യത്തിലും വന്നിട്ടില്ല. നമ്മുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതുകൊണ്ടാണ് ഇന്നലെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന ആ വാർത്ത നമുക്ക് പുറത്തുവിടാൻ കഴിഞ്ഞത്. 15 അസ്ഥി കഷ്ണങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചത്. അത് ഇനി കൂടുതൽ ആളുകളിലേതാണോ ഒക്കെ പരിശോധന നടക്കാനുണ്ട്. ഇനിയിപ്പോൾ പരിശോധന നടത്തേണ്ട സ്ഥലത്ത് ഒന്നിലധികം ആളുകളെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയത്. ഈ റോഡിലൂടെ വാഹനത്തിൽ മൃതദേഹങ്ങൾ എത്തിക്കുകയും ഇയാളെ ഏൽപ്പിക്കുകയും അത് തൊട്ട് താഴെ കാണുന്ന ആ സ്ഥലത്ത് ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്നുമാണ് ഇയാളുടെ മൊഴി. എന്തായാലും ആ പരിശോധന നിർണായകമാണ്. 11:30 പരിശോധന നടക്കും. പോലീസ് SIT സംഘം ഇവിടെ എത്തും. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ കഴിഞ്ഞു. 24 ഒരു കാര്യം കൂടി, ഇന്നലെ നമ്മുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത് ഒരു തലയോട്ടിയും പിന്നെ ഒരു അസ്ഥികൂടവും ഈ കാര്യമാണല്ലോ. പക്ഷേ വെളിയിൽ നിന്ന് വരുന്ന മറ്റു വിവരങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്, മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ്. SIT ഇതേക്കുറിച്ചൊന്നും ഒരു കാര്യവും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എന്നാണോ? അതീവ രഹസ്യ സ്വഭാവത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് DGPയുടെ നിർദ്ദേശം. ഏതെങ്കിലും തരത്തിൽ അപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാധ്യമങ്ങളെ പങ്കുവെക്കുകയും അതൊരു വലിയ സങ്കീർണതയിലേക്ക് പോവുകയും ഒരു പക്ഷേ അത് ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമാകുമെന്ന ഒരു ഭയം SITക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യ സ്വഭാവം ഇതിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് ഈ അന്വേഷണത്തിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അത് ആക്ഷൻ കമ്മിറ്റിയും പറയുന്നത് അതാണ്. ഓരോ വിവരങ്ങൾ അപ്പോൾ അത് ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് എത്തുകയും അത് പിന്നീട് വലിയ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലാവുകയും ഒരു പക്ഷേ ഈ അന്വേഷണം പോലും വഴിമുട്ടുന്ന സാഹചര്യം വരെ അതിനുണ്ടായേക്കാം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടാകില്ല. ഈ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നാണ് DGP ഉൾപ്പെടെ വ്യക്തമാക്കിയത്. അതും ശരിയാണ്. കാരണം 3 ദിവസം ആകുമ്പോഴേക്കും ഈ അന്വേഷണത്തിന് ഏതെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നത് അത് ഈ അന്വേഷണത്തെ തീർച്ചയായും ബാധിക്കും. കൃത്യമായ തെളിവുകളും കണക്കുകളും അനുസരിച്ച് മാത്രമായിരിക്കും ഇതിലൊരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാവുക. ഇന്നലെ ലഭിച്ച അസ്ഥികൂടം അത് 15 ഇത്തരത്തിലുള്ള എല്ലിൻ കഷ്ണങ്ങളാണ്. അതൊരു പ്ലാസ്റ്റിക് പൈപ്പിലാക്കിയാണ് ഇവിടെ നിന്നും കൊണ്ടുപോയത്. ഒരു ഫോറൻസിക് സംഘം അവിടെ സ്ഥലത്തെത്തിയെങ്കിലും വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ അത് കൂടുതൽ പേരുടേതാണോ അല്ല ഒരാളുടേത് മാത്രമാണോ മൃതദേഹമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കൂ. ഏതായാലും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അത് ഒരാളുടേതാണ്, ഒരു പുരുഷന്റേതാണ് എന്ന വിവരവും നമുക്ക് അത് ഇന്നലെ സ്ഥിരീകരിച്ച് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മഞ്ജുനാഥ ഇവരുടെ അഭിഭാഷകനാണ് ഇത്തരത്തിലൊരു കൃത്യമായ ഈ ഒരു സ്ഥിരീകരണം നൽകുന്നതും പിന്നീട് ആ ദൃശ്യം കൂടി പുറത്തു വരുന്നതും. എന്തായാലും ഇന്ന് നമുക്കൊരു പക്ഷേ ഇന്നത്തെ പരിശോധനയുടെ ദൃശ്യങ്ങൾ അത് നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെ അത്തരത്തിൽ റോഡിനോട് ചേർന്ന സ്ഥലമാണ്. ഇനി പോലീസ് ഏതെങ്കിലും തരത്തിൽ ഇവിടെ മാധ്യമങ്ങളെ ഇവിടുന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ നിലവിൽ ഇവിടെ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ തടസ്സങ്ങളൊന്നും ഇതുവരെ ഇല്ല. ശരി ബൈജു, എന്തായാലും തത്സമയം ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 കഴിയും. തുടക്കം മുതൽ തന്നെ ന്യൂസ് 18 ധർമ്മസ്ഥലയിൽ ഉണ്ട്. ഓരോ രഹസ്യവും ഒപ്പിയെടുക്കുന്നുണ്ട്. ഇന്ന് അതിനിർണായകമായ പരിശോധന നടക്കുമ്പോഴും ന്യൂസ് 18 തത്സമയ വിവരങ്ങൾ ഉണ്ടായിരിക്കും. 11:30 പരിശോധന തുടങ്ങുവാനാണ് സാധ്യതയുള്ളത്.